പ്രൈസ് ദ ലോർഡ്. ഹോളി കോട്സ് ബൈബിൾ ക്വിസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ബൈബിൾ ക്വിസ് യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 7-ാം അധ്യായത്തിലാണ്. ഇതുവരെ സദൃശ്യവാക്യങ്ങളിലെ ഓരോ അധ്യായത്തിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവിക ജ്ഞാനം, വിവേകം, നല്ല ജീവിതത്തിനുള്ള ഉപദേശങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിക്കുവാനിടയായി. സദൃശ്യവാക്യം 7-ാം അധ്യായത്തിലും ജ്ഞാനത്തെ മുറുകെ പിടിക്കാനും തെറ്റായ വഴികളിൽ നിന്നും മാറി നിൽക്കാനും ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കൂ. ഓരോ ചോദ്യത്തിനും ശരിയായ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്യൂസ് ആരംഭിക്കാം. ക്വസ്റ്റ്യൻ 1. നാം ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയുടെ കൽപ്പനകളെയും ഉപദേശത്തെയും എങ്ങനെയാണ് കാത്തുകൊള്ളേണ്ടത്? ആൻസർ: കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ. സദൃശ്യവാക്യങ്ങൾ 7-1. ക്വസ്റ്റ്യൻ 2. വിരലിൽ മേൽ എന്താണ് കെട്ടേണ്ടത്? ആൻസർ: കൽപ്പനകളും ഉപദേശത്തെയും. സദൃശ്യവാക്യങ്ങൾ 7-1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ 3. എന്തിനോടാണ് നീ എൻ്റെ സഹോദരി എന്ന് പറയാൻ പറയുന്നത്? ആൻസർ: ജ്ഞാനത്തോട്. സദൃശ്യവാക്യങ്ങൾ 7-4. ക്വസ്റ്റ്യൻ 4. എന്തിനെയാണ് സഖി എന്നു പേർ വിളിക്കാൻ പറയുന്നത്? ആൻസർ: വിവേകത്തിനെ. സദൃശ്യവാക്യങ്ങൾ 6-4. ക്വസ്റ്റ്യൻ 5. ജ്ഞാനവും വിവേകവും ആരിൽ നിന്നു കാക്കും? ആൻസർ: പരസ്ത്രീയിൽ നിന്നും, ചക്കരവാക്കു പറയുന്ന അന്യ സ്ത്രീയിൽ നിന്നും. സദൃശ്യവാക്യങ്ങൾ 7-5. ക്വസ്റ്റ്യൻ 6. യൗവനക്കാരുടെ കൂട്ടത്തിൽ എങ്ങനെയുള്ള യുവാവിനെയാണ് ശലോമോൻ കണ്ടത്? ആൻസർ: ബുദ്ധിഹീനനായ. സദൃശ്യവാക്യങ്ങൾ 7-7. ക്വസ്റ്റ്യൻ 7. ബുദ്ധിഹീനനായ യുവാവ് എവിടേക്കാണ് പോയത്? ആൻസർ: പരസ്ത്രീയുടെ അടുക്കൽ. സദൃശ്യവാക്യങ്ങൾ 7-9. ക്വസ്റ്റ്യൻ 8. ബുദ്ധിഹീനനായ യുവാവ് എപ്പോഴാണ് പരസ്ത്രീയുടെ വീട്ടിനരികിലൂടെ നടന്നത്? ആൻസർ: സന്ധ്യാസമയത്ത്, ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ. സദൃശ്യവാക്യങ്ങൾ 7-8. ക്വസ്റ്റ്യൻ 9. ബുദ്ധിഹീനനായ യുവാവിനെ എതിരേറ്റു വന്ന സ്ത്രീ ധരിച്ചിരുന്ന വസ്ത്രം ഏത്? ആൻസർ: വേശ്യാവസ്ത്രം. സദൃശ്യവാക്യങ്ങൾ 7-10. ക്വസ്റ്റ്യൻ 10. ബുദ്ധിഹീനനായ യുവാവിനെ എതിരേറ്റു വന്ന സ്ത്രീയുടെ സ്വഭാവം എന്തായിരുന്നു? ആൻസർ: മോഹപരവശയും തന്നിഷ്ടക്കാരെയും. സദൃശ്യവാക്യങ്ങൾ 7-11. ക്വസ്റ്റ്യൻ 11. ബുദ്ധിഹീനനായ യുവാവിനെ എതിരേറ്റ സ്ത്രീ തൻ്റെ കിടക്കയിൽ എന്തൊക്കെ വിരിച്ചതായി പറയുന്നു? ആൻസർ: കട്ടിലിന്മേൽ പരവതാനികളും മിസ്രൈമ്യ നൂൽ കൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 7-16. ക്വസ്റ്റ്യൻ 12. പരസ്ത്രീ എന്തൊക്കെ കൊണ്ടാണ് മെത്തയെ സുഗന്ധമുള്ളതാക്കിയത്? ആൻസർ: മൂറും അകിലും ലവംഗവും കൊണ്ട്. സദൃശ്യവാക്യങ്ങൾ 7-17. ക്വസ്റ്റ്യൻ 13. പരസ്ത്രീയുടെ ഭർത്താവ് എവിടെ ആണെന്നാണ് അവൾ പറഞ്ഞത്? വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 7-19. ക്വസ്റ്റ്യൻ 14. ഭർത്താവ് തനിക്കൊപ്പം കൊണ്ടുപോയത് എന്താണ്? ആൻസർ: പണമടിശീല. സദൃശ്യവാക്യങ്ങൾ 7-20. ക്വസ്റ്റ്യൻ 15. ഭർത്താവ് എപ്പോൾ തിരിച്ചു വീട്ടിൽ വരുമെന്നാണ് അവൾ പറയുന്നത്? ആൻസർ: പൗർണമമാസിക്ക്. സദൃശ്യവാക്യങ്ങൾ 7-20. ക്വസ്റ്റ്യൻ 16. പരസ്ത്രീ എങ്ങനെയാണ് ബുദ്ധിഹീനനായ യുവാവിനെ വശീകരിച്ചത്? ആൻസർ: ഇമ്പവാക്കുകളാൽ. സദൃശ്യവാക്യങ്ങൾ 7-21. ക്വസ്റ്റ്യൻ 17. പരസ്ത്രീ വീഴ്ച അനേകർ ആരാണ്? ആൻസർ: ഹതന്മാർ. സദൃശ്യവാക്യങ്ങൾ 7-26. ക്വസ്റ്റ്യൻ 18. വലിയൊരു കൂട്ടത്തെ കൊന്നുകളഞ്ഞവൾ ആര്?
ആൻസർ പരസ്ത്രീ. സദൃശവാക്യങ്ങൾ 7:26. ക്വസ്റ്റ്യൻ 19. പരസ്ത്രീയുടെ വീട് എവിടേക്കുള്ള വഴിയാകുന്നു? ആൻസർ പാതാളത്തിലേക്കുള്ള. സദൃശവാക്യങ്ങൾ 6:27. ക്വസ്റ്റ്യൻ 20. മരണത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നത് എന്ത്? ആൻസർ പരസ്ത്രീയുടെ വീടിൻ്റെ വഴികൾ. സദൃശവാക്യങ്ങൾ 6:27. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. നമുക്കൊരുമിച്ച് ദൈവവചനം പഠിക്കാം, അറിവ് വളർത്താം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.